ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ കേൾക്കുന്നൊരു സംഭവമാണ്, എനിക്ക് തീരെ എനർജി ഇല്ല, എല്ലാ ദിവസവും ടയേർഡ് ആയിക്കൊണ്ടാണ് ഫീൽ ചെയ്യണത്. അതേപോലെ ഇനി ജിമ്മും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്കൗട്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ എനർജി ഉണ്ടാവില്ല, എടുക്കാനുണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർ അധികവും സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം പഠിക്കാനൊക്കെ ഉള്ള വർക്കൊക്കെ ചെയ്യാനുള്ള, ഇരുന്നാണ്ടുള്ള വർക്കൊക്കെ ചെയ്യാനുള്ള സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അധികം ഇങ്ങനെ പറയല്. അപ്പോൾ അവരുടെ വിചാരം എന്ന് പറയുന്നത്, ഓൾറെഡി ഓർക്ക് എനർജി ഇല്ല, ഇനി എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടി കൊണ്ടുവരാനോ അല്ല കൊണ്ട് കഴിയൂല, അതുപോലെ ഇത് എന്തെങ്കിലും കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും, നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷെ ആക്ച്വലി ഇതെന്താണ്, ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് വരാമെന്നുള്ളത് എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിൻ്റെ പേരാണ് ഒറക്സിൻ, അല്ലെങ്കിൽ ഹൈപ്പോക്രെറ്റിൻ. ഇത് നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഹൈപ്പോ തലാമസ് ഉണ്ടല്ലോ, ലാറ്ററൽ ഹൈപ്പോ തലാമസിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു ന്യൂറോ പെപ്റ്റൈഡ് ആണ്, ഹോർമോൺ കാര്യങ്ങളൊന്നല്ല, ഒരു ന്യൂറോ പെപ്റ്റൈഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് എന്ത്, ഒറക്സിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെയിനിൽ മെയിനായിട്ട് സിഗ്നൽ കൊടുക്കുന്നത്. എന്തൊക്കെ റിലേറ്റഡ് ആയിട്ട്, വെയ്ക്ക്ഫുൾനെസ്, എനർജി റെഗുലേഷൻ, ഫോക്കസ്, മോട്ടിവേഷൻ, നമ്മുടെ ഒരു ഡിസയർ ടു മൂവ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം, നമ്മൾ പാത്രത്തിൽ ഫുഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു പാത്രത്തിൽ ഫുഡ് എടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ വേണം. അത് നമ്മുടെ ശരീരത്തിന് തോന്നുന്നുണ്ട് നമുക്ക് എന്ത് വേണം, ഫുഡ് വേണം, എനർജിക്കും ഫുഡ് വേണം തോന്നുമ്പോൾ നമ്മളത് പോയി എടുക്കണ്ടല്ലോ. അപ്പോൾ അതിനൊരു മോട്ടിവേഷനൊക്കെ വേണ്ടേ. അതുപോലെ ഡിസയർ ടു മൂവ്, ഈ സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സിഗ്നൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒറക്സിൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, നമ്മളെ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ ഒറക്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിനെ ഷട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് ഷട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ, ഇതിൻ്റെ സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, ടയേർഡ്നെസ്, മര്യാദയ്ക്ക് എനർജി ഉണ്ടാവില്ല. നമ്മുടെ ബോഡിക്ക് എന്താ അവിടെ സിഗ്നൽ കിട്ടുന്നത്, ഇങ്ങനെ ഒരു സ്ലഗ്ഗി ആയിട്ട് നിൽക്കാൻ. അപ്പം ഇങ്ങനെ എക്സോസ്റ്റഡ് ആണ്, ടയേർഡാണ്, എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറയുന്ന പോലെ ഓരോ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സംഭവം എന്താ വെച്ചാൽ, ഹൈ കാർബ് അല്ലാന്നുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡുള്ള ഡയറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് കഴിക്കുമ്പോഴും അതുപോലെ പ്രോസസ്ഡ് ഫുഡുകൾ ഒരുപാട് കഴിക്കുമ്പോഴും നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, വിശദീകരിച്ചുതരാം, ഞാൻ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടൊന്നും പോകണില്ല, ഇത് സിമ്പിളൊരു അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മൾ ഭയങ്കര രീതിയിൽ ചോറ് കഴിച്ചാലും, അതുപോലെ മന്തി, ബിരിയാണി, ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഹൈ ആയിട്ട് ഈ ബ്രെഡൊക്കെ കൂടുതലുള്ള, അതായത് കാർബോഹൈഡ്രേറ്റ്സ് മെയിനായിട്ട് കൂടുതലുള്ള സംഭവങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു കണ്ണൊക്കെ ഭയങ്കര വെയിറ്റ് ഉള്ള രീതിയിൽ, കണ്ണ് ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞാൽ അടച്ച് ഇങ്ങനെ അടയുന്ന രീതിയിൽ നമുക്ക് തോന്നുമല്ലോ, ഭയങ്കര ഉറക്കം വരും, ഒരു ടയേർഡ് ആയിക്കാണ്ട് ചിന്തിക്കാനും തോട്ട്സും കാര്യങ്ങളൊന്നും വരില്ല, നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്ന രീതിയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടാവും. ഇപ്പോൾ ഭയങ്കര രീതിയിൽ പായസം കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, ഈ മന്തി ബിരിയാണി ഒക്കെ കഴിച്ചാൽ ഉണ്ടാവും ആ ഒരു ഫീലിംഗ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരുപാട് വരുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുകയാണ്. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി സ്പൈക്കും ആ ഒരു ക്രാഷും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫീൽ ചെയ്യണത്. അപ്പോൾ നമ്മുടെ മോഡേൺ ഫുഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞാണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡുകൾ നിറഞ്ഞാണ്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഈ അരിഭക്ഷണങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഈവൻ ദോ നമ്മൾ വിചാരിക്കും അത് ഹെൽത്തിയാണ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഡയറ്റുകളാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഡയറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഓരോ പ്രോബ്ലംസ് ആയിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഉള്ള ഡയറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുണ്ടല്ലോ, അങ്ങനെ ഇൻസുലിൻ്റെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ ഒറക്സിൻ്റെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഒറക്സിൻ ന്യൂറോൺസിനെ ഷട്ട് ഓഫ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്താണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമ്മളെ ഒറക്സിന് എന്തിനെ റെസ്പോണ്ട് ആവുന്നുണ്ട്, മൂവ്മെൻറ്റിന്. അതായത് മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒറക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുക. സെഡൻറ്ററി എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം, ആർട്ടിഫിഷ്യൽ ലൈറ്റുകളുടെയും സ്ക്രീനുകളുടെയും മുമ്പിലാണ് ഫുൾ ടൈം ഒരു ദിവസം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്താ മനസ്സിലാവുന്നത്, വേറെ തന്നെ വെരി കംഫർട്ടബിൾ പൊസിഷൻ, നമുക്ക് മൂവ്മെൻറ്റിനൊന്നും ആവശ്യമില്ല, നമ്മൾ ഫൈനാണ്, നമുക്ക് അത്രയും എനർജീൻ്റെ ആവശ്യമില്ല, നമുക്ക് എനർജി കൺസർവ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകേണ്ടത്, ആ രീതിയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ലഗ്ഗിഷ് ആയിക്കാണ്ട് നിൽക്കും. സോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോകുന്നത് മാത്രമല്ല, ഏതൊരു രീതിയിലുള്ള മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും, വാക്കിംഗ് ആണെങ്കിലും റണ്ണിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു ഒറക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്, ഒറക്സിൻ്റെ പ്രൊഡക്ഷന്. പക്ഷേ ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എടുത്തുകൂടെ തന്നെ പോകാത്തൊരു ലൈഫ് സ്റ്റൈലാണ്. അടുത്ത മൂന്നാമത്താണ് ഓവർ യൂസ് ഓഫ് കാഫീൻ. നമുക്കറിയുണ്ടാവും നമ്മളൊപ്പമുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും, നമുക്ക് ഓരോ പ്രാവശ്യം ടയർഡ്നെസ് ഫീൽ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് റെഡ് ബുള്ള് അല്ലെങ്കിൽ മോൺസ്റ്റർ എനർജി അല്ലെങ്കിൽ മറ്റ് എനർജി ഡ്രിങ്ക്സുകൾ കുടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഫേക്ക് എനർജി കൊണ്ടുവരിക എന്നുള്ളത്. അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ത്, കോഫി, അമേരിക്കാനോ അല്ലെങ്കിൽ
ഡബിൾ എക്സ്പ്രസ്സോ കുടിച്ചാണ് അല്ലെങ്കിൽ ക്യാപ്പിച്ചിനോ കുടിച്ചാണ് എന്ത് ചെയ്യുക, എനർജി വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. യെസ് ഫൈൻ, ഞാനും കോഫീനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ഒരു ദിവസത്തിലോ നമുക്ക് എനർജി ഇല്ലാത്ത കാരണം ആ കാരണത്തിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും കോഫി ഉപയോഗിക്കരുത്. അതൊരു ആർട്ടിഫിഷ്യൽ, ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫോക്കസ് കൂടാനും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കല്. പക്ഷെ ഒരു ദിവസം നമുക്ക് എനർജി ഇല്ല, നമുക്ക് ടയർഡായി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ കോഫി ഇഞ്ചെക്ട് ചെയ്ത് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് കുടിച്ചാണ്ട് ഫേക്ക് എനർജിയിൽ പോകുന്നത് ഒരിക്കലും നല്ലതല്ല. അതായത് നമുക്ക് മര്യാദക്ക് ഒരു സ്ലീപ്പ് കിട്ടിയിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ഒന്നുമില്ല, എന്നിട്ട് നമ്മൾ ആ ഒരു എനർജി ഇല്ലാത്ത കാരണത്തിൽ നമ്മൾ കഫേൻ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നം കൊണ്ട് നമുക്ക് ഡിപ്രഷൻ ഉണ്ട്. ആ ഡിപ്രഷൻ പോകാൻ വേണ്ടി നമ്മൾ മരുന്ന് കുടിക്കുന്ന മാതിരിയാണത്. അതായത് നമ്മൾ കോസിനല്ല ട്രീറ്റ് ചെയ്യുന്നത്, അതിന് പകരം ഒരു ബാൻഡേജ് ഇട്ടാണ്ട് ഒരു മുറി ഒട്ടിക്കണ പോലെ. അടുത്തത് നാലാമത്തത് ക്രോണിക് സ്ട്രെസ്സ്, അതുപോലെ ഹൈ കോർട്ടിസോൾ. ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മൂവ്മെൻറ്റിൻ്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മൂവ്മെൻറ്റും ഇല്ല, മൂവ്മെൻ്റ് ഇല്ല എന്ന് മീൻസ് നമ്മൾ ഫുൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ആ ഒരു സ്ട്രെസ്സിനെ കളയാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, നമ്മൾ ഉറക്കം ഭയങ്കര മോശമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാവുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു ചെറിയ സ്ട്രെസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് ചെറിയ രീതിയിൽ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്ച്വലി നല്ലതാണ്, നമ്മൾ അവയ്ക്കായിരിക്കാനും ഈ ഒറക്സിൻ്റെ പ്രൊഡക്ഷനൊക്കെ നല്ലതാണ്. പക്ഷേ അതേസമയം ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ബിസിനസ്സിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ ലൈഫിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്ട്രെസ്സൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മളവിടെ ഒന്നും ചെയ്യണില്ല. മര്യാദക്ക് നമുക്ക് സ്ലീപ്പും ഉണ്ടാവില്ല, മര്യാദക്ക് ഒരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ സോഷ്യൽ എക്സ്പോഷർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുൾ ഇങ്ങനെ ഒറ്റക്ക് ഒതുക്കാൻ നോക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതും ഈ ഒരു ഒറക്സിൻ്റെ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമുക്ക് മര്യാദക്ക് എനർജി ഉണ്ടാവില്ല, നമ്മൾ ആ ഒരു സ്ലഗ്ഗിഷ് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ വീണ്ടും പോകും. അഞ്ചാമത്താണ് പുവർ സ്ലീപ്പ്, അതുപോലെ ഇൻഫ്ലമേഷൻസ്. നമ്മുടെ ഡയറ്റ് പക്ക മീൻസ് നല്ല രീതിയിലല്ല, നല്ല ഫുഡുകളല്ല നമ്മൾ കഴിക്കുന്നത്, നമ്മളെ ലൈഫ് സ്റ്റൈൽ പറ്റ മോശമാണ്, നമ്മുടെ ജീവിതത്തിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഹൈപ്പർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, സ്ക്രോളിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഫോണും കളിച്ചിരിക്കുന്നുണ്ട്, നമുക്കൊരു നൈറ്റ് റൂട്ടീൻ ഇല്ല, നമ്മൾക്ക് ക്വാളിറ്റി ഉറക്കമൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, ഈ കാരണം കൊണ്ടൊക്കെ ക്വാളിറ്റി ഉറക്കം കിട്ടണില്ല, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നം കൊണ്ട് നല്ലൊരു സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ആൾസോ അഫക്ട്സ് യുവർ ഒറക്സിൻ്റെ പ്രൊഡക്ഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ ഉറങ്ങിയാൽ പോലും സ്ലീപ്പിൻ്റെ കേസിൽ കുറേ കാര്യങ്ങളുണ്ട്. ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റെഗുലാരിറ്റി, അതുപോലെ ടൈമിങ്, ഇങ്ങനെ 4 സംഭവങ്ങളുണ്ട് മെയിനായിട്ട്. അപ്പോൾ ക്വാളിറ്റി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ക്വാളിറ്റി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡ്യൂറേഷൻ ഉറങ്ങിയെന്ന് കരുതി കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ടൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഒറക്സിൻ്റെ പ്രൊഡക്ഷൻ അത് ബാധിക്കും. എന്തൊക്കെയാണ് നമ്മുടെ ഒറക്സിൻ്റെ പ്രൊഡക്ഷനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അല്ല, നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ പുവർ സ്ലീപ്പ് ഉണ്ട്, പുവർ സ്ലീപ്പ് ആൻഡ് ഇൻഫ്ലമേഷൻ, ക്രോണിക് സ്ട്രെസ്സ്, ഹൈ കോർട്ടിസോൾ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതുപോലെ കഫീൻ അബ്യൂസ്, പിന്നെ ലാസ്റ്റത്തെ ഹൈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡുള്ള ഡയറ്റ്. ഇനി നമുക്ക് പറയുന്നത് എങ്ങനെ നമ്മുടെ ലൈഫ് നമുക്കൊരു എനർജറ്റിക് ലൈഫിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ ഒറക്സിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൂടുതൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൂടുതൽ കഫീനോ അല്ലെങ്കിൽ ഇനി മോട്ടിവേഷണൽ വീഡിയോസോ കാര്യങ്ങളോ നല്ല വേണ്ടി, നിങ്ങൾക്ക് ആക്ച്വൽ സിസ്റ്റാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യണം. പ്രോസസ്ഡ് ഫുഡുകളും അതുപോലെ ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റും എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോസസ്ഡ് ഫുഡിൻ്റെ അളവ് കുറക്കണം. രണ്ടാമത്തത് ഫാസ്റ്റിങ്, അതുപോലെ കീറ്റോ ഡയറ്റ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് അറിയുണ്ടാവും, നോമ്പ് നോൽക്കണമൊക്കെ ഫുഡില്ലാതെ. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒറക്സിൻ്റെ പ്രൊഡക്ഷനെ പോസിറ്റീവ്ലി ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു ദിവസം ഫുള്ളൊന്നും കഴിക്കാതെ വെക്കണം എന്ന് ഞാൻ പറയണില്ല, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതായത് കുറച്ച് നേരം, ഒരു 16 മണിക്കൂർ ഒരു ദിവസത്തെ വിൻഡോയിൽ ഫുഡില്ല, ഒരു 8 മണിക്കൂറിൽ ഫുഡുണ്ട്, ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ അതിലാവുമ്പോൾ നോൺ കാലോറിക് ബിവറേജസ് ലൈക്ക് കോഫി, അതുപോലെ സാധാ വെള്ളം, പച്ചവെള്ളമൊക്കെ കുടിക്കാൻ പറ്റും. ഫുൾ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് നമ്മളെ ഫോക്കസിന് എനർജിനൊക്കെ കൂട്ടുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ എന്ത്, ഫുഡില്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല എന്നൊക്കെ തോന്നും, പക്ഷേ ആക്ച്വലി അത് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡൊന്നും ഇല്ല. എല്ലാ സമയവും നമ്മുടെ ശരീരം ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ദഹിപ്പിക്കാൻ പോവല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി ഉണ്ടാവും. അതുപോലൊരു സംഭവമാണ്, നിങ്ങൾ ബോഡി ബിൽഡേഴ്സിനൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഭയങ്കര ബൾക്കിംഗ് ആണ് ഉള്ള ടൈമാണെങ്കിൽ പോട്ടെ, അത് എക്സെപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഓലൊരു മെയിൻ്റനൻസ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓല ഫുഡ് അല്ലെങ്കിൽ ഓല ഡയറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, പക്ഷേ പ്ലസ് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ പ്രോട്ടീനും ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിന് ഒറക്സിൻ്റെ കേസിൽ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, കാർബോഹൈഡ്രേറ്റ്സ് ഒറക്സിൻ്റെ പ്രൊഡക്ഷനെ കുറക്കുകയാണ്, ഷട്ട് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒറക്സിൻ്റെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ബേസ്ഡ് ഡയറ്റ് ആയിരിക്കും അധികം ആൾക്കാരും. അപ്പോൾ അത് കാർബുകൾ കുറച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോട്ടീൻസ് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനത്തത്,
അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ചെറുപയറോ കടലയോ എന്നല്ല ഞാൻ പറയുന്നത്, മാക്സിമം മീറ്റ്, അത് ഏത് ടൈപ്പ് ആണെങ്കിലും, ഫിഷ് എന്നായാലും ചിക്കൻ എന്നായാലും ബീഫ് എന്നായാലും, ഇനിയിപ്പോൾ ഗോട്ടാണെങ്കിലും ഇനിയിപ്പോൾ റാബിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും മീറ്റ് കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ എഗ്ഗ്, അതുപോലെ ഡയറി ഐറ്റംസ്, പാലും അതുപോലെ ബട്ടറും അതുപോലെ ചീസും അങ്ങനെ സംഭവം, ഇങ്ങനത്തെ രീതിയിലുള്ള അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് എന്ത് ചെയ്യുക, കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുക. ഇനി മൂന്നാമത്തത് ഡെയിലി മൂവ്മെൻറ്റ് ഏതായാലും അതിൽ പെടും. അതായത് എക്സസൈസ് തന്നെ ആവണമെന്നില്ല, ഫിസിക്കൽ വർക്ക് ആണെങ്കിൽ പോലും അതിൽ പെടും. അതായത് ഇപ്പോൾ കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലൊക്കെ തടി നന്നായി അനങ്ങുക എല്ലാ ദിവസവും, അതാണ് ഉദ്ദേശിക്കുന്നത്. വാക്കിംഗ് ആണെങ്കിലും റണ്ണിങ് ആണെങ്കിലും ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും സൈക്ലിംഗ് ചെയ്യുകയാണെങ്കിലും സ്വിമ്മിങ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിൽ പെടും. എല്ലാ ദിവസവും ഫുൾ ടൈം സെഡൻറ്ററി ആയിരിക്കാതെ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ പോവാതെ ഒരു എല്ലാ ദിവസവും ഒരു വിയർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻഗേജ് ചെയ്യണം. ആക്ടിവിറ്റി ചെയ്ത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്, അധികം ബിഗിനേഴ്സിനുള്ള മിസ്റ്റേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഇനി വർക്കൗട്ട് ചെയ്യാനും കൂടി എനർജി ഇല്ല എന്നുള്ളത്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കുറയല്ലേ ചെയ്യുക, ആക്ച്വലി നമ്മൾ ആ ദിവസത്തെ എനർജി കൂടുക ചെയ്യുക. അടുത്തത് നാച്ചുറൽ ലൈറ്റ് എക്സ്പോഷർ. അതായത് നമ്മൾ എണീറ്റിട്ട് ഫസ്റ്റത്തെ ആ 3 hourൻ്റെ ഒക്കെ ഉള്ളിൽ, ഞാൻ 60 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ കേസിൽ ഞാൻ നേരത്തെ എണീക്കുന്ന ആളാണ്. അപ്പോൾ ഫസ്റ്റ് 60 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സൺലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു 3 hour ആ രീതിയിൽ കണക്കൂട്ടുക, അതിൻ്റെ ഉള്ളിൽ സൺലൈറ്റ് കിട്ടാൻ നോക്കുക. ഇത് നമ്മളെ കോർട്ടിസോള് അതുപോലെ നമ്മളെ ശരീരത്തിന് ഒന്ന് അവൈക്ക് ആക്കുന്ന സംഭവമാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് സൺലൈറ്റ് കിട്ടുക എന്നുള്ള സംഭവം ഞാൻ പല വീഡിയോയിലും പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് നമ്മളെ സർക്കേഡിയൻ റിതത്തിൻ്റെ കേസ്. അതുപോലെ വേറെ ഇഷ്ടംപോലെ മെച്ചങ്ങളുണ്ട്. വിറ്റാമിൻ ഡി ഉണ്ട്, വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒറക്സിൻ്റെ കേസിൽ ഒറക്സിനും പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ സംഭവം, എന്ത് സൺലൈറ്റ്. അടുത്തത് കഫീൻ്റെ യൂസാണ്. കഫീന് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ദിവസം ഓരോ പ്രാവശ്യം എനർജി ഡിപ്പ് തോന്നുമ്പോഴും നമ്മൾ ടയേർഡായി തോന്നുമ്പോഴും കഫീൻ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് പകരം, ഇഞ്ചെക്ട് ചെയ്യുക മീൻസ് കുടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അപ്പോൾ രാവിലെ എണീറ്റേക്കിനും ഒരു 90 മിനിറ്റ് ഒക്കെ ഡിലേ ചെയ്തിട്ട് നമ്മൾ ആ ഒരു അഡെൻസിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫുള്ള് പോയിൻ്റെ ശേഷം, അത് പോകാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും നമുക്ക് മര്യാദക്ക് ഒരു സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഒരു 90 മിനിറ്റ് ഒക്കെ ഡിലേ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കോഫി കുടിക്കുക. പക്ഷേ ലേറ്റർ പാർട്ടിൽ നമ്മളെ സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യാത്ത രീതിയിൽ കുടിക്കുക. അതുപോലെ ഓരോരോ ഡിപ്പ് ഉണ്ടാകുമ്പോൾ മൾട്ടിപ്പിൾ ഏരിയാസിൽ ഇങ്ങനെ ഓരോ എനർജി ഡ്രിങ്കുമ്പോൾ റിലേ ചെയ്യരുത്. അത് ഫേക്ക് എനർജിയാണ്. ആക്ച്വൽ എനർജി എന്താണ്, നമ്മൾ നല്ല സ്ലീപ്പിൽ നിന്ന് നല്ല മൂവ്മെൻറ്റ് നല്ല ഫുഡിൽ നിന്നൊക്കെ വരുന്ന എനർജിയാണ്. ദെൻ സ്ട്രെസ്സ് കുറക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ, നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും, നല്ല സ്ലീപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും. നമ്മൾ കൂടുതൽ ടൈം നേച്ചറിലും അതുപോലെ നമ്മളെ സോഷ്യൽ ബീങ്സാണ് നമ്മൾ ഹ്യൂമൻസ്. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓറക്സിൻ്റെ പ്രൊഡക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ലാസ്റ്റത്തെ സംഭവം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാതെ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത, ബ്ലോട്ടിംഗ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഹോൾ നാച്ചുറൽ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോട്ടീൻ്റെ കേസിലൊക്കെ എഗ്ഗ്. അപ്പോൾ എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താ, അപ്പോൾ ഒരു ബോയിൽ ചെയ്ത എഗ്ഗ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ളത്, ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ്, അല്ലെങ്കിൽ റേസിങ് ഏജൻസ്, അല്ലെങ്കിൽ പെർമിറ്റഡ് ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ്, കളേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ, ജസ്റ്റ് എഗ്ഗ് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന പല നമുക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ്, നോൺ ന്യൂട്രീഷണൽ വാല്യൂ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹോൾ നാച്ചുറൽ ഫുഡുകളുണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന മസാലകളെ അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ ആ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ആ സാധനം തന്നെ ആയിരിക്കും. ആ ഒരു ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മീറ്റും കാര്യങ്ങളൊക്കെ തന്നെ, അതുപോലെ നമ്മളെ ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസിന് കൂടുതൽ എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക, ഇൻഫ്ലമേഷൻസ് വല്ലാതെ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഫുഡുകൾക്ക്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു എനർജീൻ്റെ കേസ് അല്ലെങ്കിൽ ടയേർഡ്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോരുത്തർക്കുള്ള ഇംപ്ലൈഡ് സാധനം എന്നല്ല, അത് നമ്മളെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് വരുന്നതാണ്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേസർ ഫോക്കസും നല്ല മോട്ടിവേഷനും നല്ല എനർജിയൊക്കെ ഉള്ള ഒരു ലൈഫ്, ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. See you in the next video.